ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ശീമച്ചക്കയുടെ സീസൺ ആണല്ലോ. ഇഷ്ടം പോലെ ശീമച്ചക്കയുണ്ട്, എല്ലായിടത്തും കിട്ടും. ഈ ശീമച്ചക്ക ഫ്രൈയുടെ മുന്നിൽ ചിക്കൻ ഫ്രൈ തോറ്റു പോകും, അത്രയ്ക്ക് ടേസ്റ്റാണ്. ശീമച്ചക്കയുടെ തൊലിയെല്ലാം കളഞ്ഞ് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തതാണ്. വെള്ളത്തിലൊരു 10 മിനിറ്റ് ഇട്ടിരുന്നു. നന്നായിട്ട് കഴുകിയെടുത്തിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ ഉപ്പ്, ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വേവിക്കാം. നല്ല വിളഞ്ഞ ചക്ക ആയതുകൊണ്ട് അല്പം വെള്ളം ഒഴിച്ചാൽ മതി, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. വിളയാത്ത ചക്കയാണെങ്കിൽ കുറച്ചുകൂടി സമയം വേണ്ടി വരും. ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇത് വേകാൻ അധിക സമയമൊന്നും വേണ്ട, 5 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് വെന്ത് കിട്ടും. ഇടയ്ക്കിടയ്ക്ക് നോക്കണം, ശീമച്ചക്ക അടിയിൽ പിടിക്കും. പ്രത്യേകിച്ച് ഇങ്ങനത്തെ പാത്രങ്ങളാകുമ്പോൾ പെട്ടെന്ന് അടിയിൽ പിടിക്കും. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇപ്പോൾ ശീമച്ചക്ക നന്നായിട്ട് വെന്തിട്ടുണ്ട്, വെള്ളമെല്ലാം വറ്റി. പാൻ ചൂടാക്കി 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. അല്പം കടുകിടാം. വെളിച്ചെണ്ണയൊക്കെ എത്ര വേണമെങ്കിലും ഒഴിക്കാം, ഞാൻ കുറച്ചേ ഒഴിച്ചിട്ടുള്ളൂ. കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ട് ഇളക്കി കൊടുക്കാം. ഇതിൽ 1 സവാള ചെറുതായിട്ട് സ്ലൈസ് ചെയ്തതാണ്. കുറച്ച് ഇഞ്ചിയും എടുത്തിട്ടുണ്ട്, ഇഞ്ചി കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്, അതും ഒന്ന് ഗ്രേറ്റ് ചെയ്തതാണ്. ഇത് രണ്ടും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ശീമച്ചക്ക വെറുതെ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ അത്ര ടേസ്റ്റ് കാണുകയില്ല. ഇതുപോലെ സവാളയും ഇഞ്ചിയൊക്കെ ചേർത്ത് ഫ്രൈ ചെയ്ത് നോക്കിക്കുക, നല്ല ടേസ്റ്റാണ്. ചിക്കൻ ഫ്രൈയെ പോലെ തന്നെയാണ് ഇതിൻ്റെയും ടേസ്റ്റ്. ഇപ്പോൾ സവാള ഒന്ന് വാടി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ശീമച്ചക്ക ചേർക്കാം. ശീമച്ചക്കയിൽ ഗരം മസാലയും മല്ലിപ്പൊടിയും ഒക്കെ ചേർത്തത് കൊണ്ട് ചിക്കൻ്റെ തന്നെയാണ് ഫ്ലേവർ കിട്ടുന്നത്. ചിക്കൻ കഴിക്കാത്ത ആൾക്കാർക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുത്ത് നോക്കിക്കുക, ഭയങ്കര ടേസ്റ്റാണ്. അവർ നല്ല ഹാപ്പി ആയിരിക്കും. 4-5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇതുപോലെ തിരിച്ചും മറിച്ചുമിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. കൂടുതൽ എണ്ണയുടെയൊന്നും ആവശ്യമേ ഇല്ല. ഞാൻ എന്താ കുറച്ച് എണ്ണയിലാണല്ലോ ഉണ്ടാക്കിയത്, നിങ്ങൾ കണ്ടതല്ലേ. 1 ടീസ്പൂൺ പൊടിച്ച പെപ്പർ കൂടി ഇടാം. അപ്പോഴാണ് ശരിക്കും ശീമച്ചക്ക പെപ്പർ റോസ്റ്റ് ആയത്. ഇത് ചോറിനോടൊപ്പവും ചപ്പാത്തിയോടൊപ്പവും കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. സൈഡ് ഡിഷായിട്ട് നമുക്ക് യൂസ് ചെയ്യാം, മെയിൻ ഡിഷായിട്ടും കഴിക്കാം. 1 ഗ്ലാസ് കട്ടൻ ചായയോ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ കഴിക്കാനും അപാര ടേസ്റ്റാണ്. ഞാൻ അങ്ങനെയാണ് കഴിക്കാൻ പോകുന്നത്. ശീമച്ചക്ക കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മദേഴ്സ് കുക്കിംഗ് ലാബ്.